ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാമേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയെ ചോദ്യം ചെയ്യുന്ന വൈജയനെയാണ്. വൈജ ചോദിക്കുകയാണ്, നീ എന്തിനാണ് ആ പൈസ കൊടുത്തത്? എന്നെ അപമാനിച്ചിട്ട് ആരും ഇവിടെ അത്രയ്ക്ക് കേമികളായിട്ട് നിൽക്കുമൊന്നും വേണ്ട. നീ ഈ വീട്ടിലെ വീട്ടുകാരിയൊന്നുമല്ലല്ലോ, വെറും വേലക്കാരി മാത്രമാണ് നീ. ആ ഒരു നിലയ്ക്ക് നീ നിന്നോണം. ഇനി അങ്ങാണം ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ആവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ കാണത്തില്ല. നോക്കിക്കോ, മതി, നിർത്തിക്കോ നിന്റെ അഭ്യാസം. ഓ, വലിയൊരു വീട്ടുകാരി വന്നിരിക്കുന്നു, എല്ലാവർക്കും കൂടെ പൈസ അങ്ങോട്ട് കൊടുക്കാനായിട്ട്. നീ ആരുടെ? നിന്റെ വിചാരം നീ ആരാണെന്നാ? അപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് മതി, അവളോട് പറയാനുള്ളത് പറഞ്ഞല്ലോ. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവളോട് നമ്മൾ പറഞ്ഞു, അതവൾക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഇനി അവളെ വിട്ടേരെ എന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനകത്തേക്ക് കയറി പോവുകയാണ്. ബബിതയാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ബബിതയ്ക്ക് എന്തോ വലിയൊരു സന്തോഷം പോലെയാണ്. ബബിത അങ്ങോട്ട് അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ, അലീനയ്ക്ക് വഴക്ക് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ നമ്മുടെ അലീന അകത്തേക്ക് കയറിപ്പോയി. അകത്തേക്ക് കയറിപ്പോയപ്പോ, എന്താ മോളെ, എന്താ പറ്റിയത്? അവിടെ വൈജ കിടന്ന് അലർന്നത് കേട്ടല്ലോ. എന്താ എന്താ പ്രശ്നം? അത് പിന്നെ ഇവിടെ എന്നും വരുന്നൊരു ലാസറിയേട്ടനില്ലേ, നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലാസറിയേട്ടൻ. ലാസർ അറിയാം മോളെ. എന്താ എന്താ ഉണ്ടായേ? അല്ല, ആ അപ്പൂപ്പൻ വന്നപ്പം ഞാൻ ആ അപ്പൂപ്പന് ഒരു 50 രൂപ കൊടുത്തു. അത് ഇവിടത്തെ മേഡത്തിനെ ഇഷ്ടപ്പെട്ടില്ല. ഓ, അറുത്ത കൈക്ക് അവൾ ഉപ്പ് തേക്കത്തില്ല. അവൾ അങ്ങനെയാന്നേ, അവൾക്ക് അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സും ഇല്ല. അല്ല, അതിനെന്തിനാ അവൾ നിന്നെ അങ്ങോട്ട് വഴക്ക് പറഞ്ഞത്? വേറൊന്നും അല്ല, അതെ, വൈജ മേഡത്തിന്റെ മുമ്പിൽ വെച്ച അയാൾ പൈസ ചോദിച്ചത്. വൈജ മേഡം കൊടുത്തില്ല. പക്ഷെ വൈജ മേഡം കയറിപ്പോയി കഴിഞ്ഞപ്പം ഞാൻ പൈസ കൊടുത്തു. അത് ശരിയല്ലെന്നാ പറയുന്നത്. അതിനാ എന്നെ വഴക്ക് പറഞ്ഞത്. ഓ, അത് ശരിയാണല്ലോ പറയുന്നത്. അത് നീ എന്താ ചെയ്തത്? നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? ഒരാളെ അപമാനിക്കുന്നത് പോലെയല്ലേ. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പം വൈജ അയാളുടെ മുമ്പിൽ ചെറുതായി പോയില്ലേ? നീ എന്താ വലിയ ആളും ആയി പോയില്ലേ? ആ ഒരു ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അത് മോളുടെ കയ്യിലും ഉള്ള തെറ്റ് തന്നെയാണെന്ന് പറഞ്ഞപ്പം, അത് തെറ്റാ, അതെനിക്ക് മനസ്സിലായി. ഏതെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും മോൾക്ക് ഈ കൊടുക്കാനുള്ള മനസ്സേ, അത് വലിയൊരു മനസ്സ് തന്നെയാട്ടോ. ഇങ്ങനെ കൊടുക്കാനും ആൾക്കാർക്ക് ഇല്ലാത്തതൊക്കെ അറിഞ്ഞ് ചെയ്യാനൊക്കെ ഉള്ളൊരു മനസ്സ് മോക്കുണ്ടല്ലോ. അത് തന്നെ വലിയ കാര്യം, നല്ല കാര്യം തന്നെയാ അത്. എല്ലാവർക്കും അങ്ങനെ ഒരു മനസ്സ് കിട്ടണമെന്നില്ല. ലോകത്തില് കുറച്ച് പേർക്ക്, അപൂർവം ചിലർക്ക് മാത്രമേ അങ്ങനെ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് പോവുകയാണ് നമ്മുടെ അലീന ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിനെയും ഗ്രേസീനെയാണ് കേട്ടോ. അങ്ങനെ രേവതി ഗ്രേസിയുടെ മോന്റെ റൂമിന് അകത്തേക്ക് കയറുകയാണ്. അപ്പം ഗ്രേസിയുടെ മോന്റെ റൂമിനകത്ത് കയറാനുള്ള ആ ഒരു എന്താ പറയുക, ഒരു ആകാംക്ഷയും എന്താ, അതൊന്ന് കയറി കാണണമെന്ന് രേവതിക്ക് ഭയങ്കര ആഗ്രഹം. ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ. അപ്പൊ രേവതി ആരും അറിയാതെ ആ റൂമിനകത്തേക്ക് കയറി. ആ റൂമിനകത്തേക്ക് കയറിയപ്പം ആകെ മൊത്തം ഒരു ഇരുട്ട് പിടിച്ച് കിടക്കാനുണ്ടോ. അങ്ങനെ കുറെ ഫോട്ടോകളൊക്കെ ഇരിക്കുന്നു. അതിന്റെ കൂടെയാണ് ഒരു പെണ്ണിന്റെ ഫോട്ടോ കണ്ടത്. പക്ഷെ നമ്മുടെ ഗ്രേസിയുടെ മോൻ ആണാണല്ലോ. അപ്പൊ ഒരു പെണ്ണിന്റെ ഫോട്ടോ അവിടെ എന്താ ഇരിക്കുന്നത്? ആ ഫോട്ടോ പതുക്കെ എടുത്ത് തൂത്തൊക്കെ ഇങ്ങനെ നോക്കുക. എന്താണെന്ന് നമ്മുടെ രേവതി കുട്ടിക്ക് മനസ്സിലാവുന്നുമില്ല. ഇത് കണ്ടുകൊണ്ട് ഗ്രേസ് വന്നു. എടി രേവതി, എന്തെടുക്കാടി നീ അവിടെ? നിന്നോട് ആരടി ഈ റൂം തുറക്കാൻ പറഞ്ഞത്? നീ എന്തിനാടി ഈ റൂം തുറന്നത്? അയ്യോ, അത് പിന്നെ ആന്റി, ഞാന് വെറുതെ വെറുതെ ഇവിടെ വൃത്തിയാക്കാന്. നിന്നോട് ആരെങ്കിലും ആ റൂം വൃത്തിയാക്കാൻ പറഞ്ഞു? ഞാൻ പറഞ്ഞു വൃത്തിയാക്കാന്? അല്ല, ഇനിയിപ്പം മാമച്ചൻ പറഞ്ഞു വൃത്തിയാക്കാന്? ഇല്ല, ആരും വൃത്തിയാക്കാനൊന്നും പറഞ്ഞില്ല. പക്ഷെ വെറുതെ വെറുതെ ഞാനൊന്ന്, മതി, നിർത്ത് നിന്റെ വെറുതെ കയറ്റം. അതെ, ഇവിടെ ഞങ്ങളോട് ചോദിക്കാതെ ഒരു റൂമിലും ഇനി മേലാ കയറി പോകരുത്. അഹങ്കാരി. ഓ, അഹങ്കാരം പിടിച്ച് നടക്കുക അവള് ആരാ? ഇവിടുത്തെ വീട്ടുകാരിയോ? എല്ലാ റൂമും കയറി വൃത്തിയാക്കി ചോദിക്കാതെയും പറയാതെയും അടിച്ച് തൂത്ത് തുടയ്ക്കാനായിട്ട് കയറി പോടി അകത്ത് എന്ന് പറഞ്ഞ് നമ്മുടെ അലീനേനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അലീനനെ അല്ല, സോറി, രേവതിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ഗ്രേസിക്ക് വഴക്ക് പറഞ്ഞ ഉടനെ തന്നെ ഒരു വിഷമം. വേണ്ടായിരുന്നു, അത്രയും വഴക്ക് പറയണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് മേളില് എത്താറായിട്ടോ. അതായത് സ്റ്റേക്കേഴ്സ് കയറിയിട്ട് മേളിലേക്ക് എത്താറായി. ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രേസി ഇരുന്ന് ഇങ്ങനെ ചുമക്കുകയാണ്. അപ്പോഴത്തേക്ക് മേളില് രേവതിക്കുട്ടി എന്ന് ചുമച്ചു. അപ്പൊ രേവതിക്കുട്ടി പതുക്കെ ഇറങ്ങി വന്നിട്ട്, അതെ, എന്നോട് പിണക്കാണോ? എന്നോട് പിണങ്ങല്ലോ കേട്ടോ, എനിക്ക് പിണക്കൊന്നുമില്ല.
ഉം എനിക്കും പിണക്കമില്ല. നീ എന്തിനാ ആ റൂമിൽ കയറിയത് ചോദിക്കാതെ? അതല്ലേ എനിക്ക് ദേഷ്യം വന്നത്. നിനക്കറിയില്ല ആ റൂം എന്താണ്, എങ്ങനെയാണ്, ആ റൂമിനകത്തെ ഓർമ്മ എന്താണെന്നൊന്നും. അത് അത് പിന്നെ അവിടെ ഓരോന്നും അവന്റെ സാധനങ്ങളാ ഉള്ളത്. അതുപോലെ തന്നെ അവനെ ഉണ്ടല്ലോ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. വിവാഹം ആക അടു വിവാഹം അടുത്ത സമയത്താ അവന് ഇങ്ങനെ സംഭവിച്ചത്. അവന് ഇഷ്ടമുള്ളൊരു പെണ്ണുണ്ടായിരുന്നു, അവൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണ്. ഞങ്ങള് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചു. അപ്പം അവിടെ കണ്ട ഫോട്ടോ അവളുടെയാണോ? ഓഹോ! അപ്പൊ നീ അതൊക്കെ എടുത്ത് നോക്കിയോ? അത് പിന്നെ ഞാന് വെറുതെ വെറുതെ മതി, നിർത്തിക്കോ. ഇനി കൂടുതൽ നോക്കാനും പറയാനും ചെയ്യാനും ഒന്നും നീ നിൽക്കണ്ട. പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് എല്ലാം ആയിരുന്നു ഞങ്ങളുടെ മോന്. അവന് നഷ്ടമായതിന്റെ വേദന എന്താണെന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം എത്തും തോറും എൻ്റെ മനസ്സ് ഉരുകി തീർന്നുകൊണ്ടിരിക്കുക. അവന്റെ മനസ്സ് അവന്റെ മനസ്സ് എനിക്കിപ്പോഴും അറിയാം. അവൻ ഒരുപാട് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു. അവൻ നല്ലൊരു മോനായിരുന്നു. സത്യം പറയാലോ, ദൈവം ഞങ്ങൾക്ക് തന്ന നിധിയായിരുന്നു. അത് സാരമില്ല, ദൈവം ഇഷ്ടമുള്ളവരെയൊക്കെയല്ലേ ആദ്യം വിളിക്കുക എന്ന് പറയുന്നത്. എൻ്റെ മമ്മി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവരെ ആദ്യം കൊണ്ടുപോകുന്നതെന്ന്. അങ്ങനെ ആയിരിക്കും ദൈവം കൊണ്ടുപോയത്. അതിന് സങ്കടപ്പെടുവൊന്നും വേണ്ട. ഇനി ഞാൻ ചോദിക്കാതെയും പറയാതെ ഒന്നും വേറെ ഒരു റൂമിലും പോവുകയില്ല, കയറുകയില്ല, നോക്കുകയില്ല. പോരെ? എന്നോട് പിണങ്ങരുത് കേട്ടോ. ഇല്ലില്ല, ഇനി നിന്നോട് പിണങ്ങുന്നൊന്നുമില്ല ഞാന്. ഇനി ഇത് ആവർത്തിച്ചേക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രേസി അങ്ങ് രേവതിക്കുട്ടീനെ പറഞ്ഞു വിടാണ് കേട്ടോ. ഏതായാലും ഗ്രേസിക്ക് രേവതിക്കുട്ടിയോട് സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ പറയാതെ എടുക്കാതെയൊക്കെ ഇങ്ങനെ കയറുക എന്നൊക്കെ പറയുന്ന അത്രയ്ക്ക് നല്ല കാര്യമൊന്നും അല്ലല്ലോ. ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് ചകഞ്ഞ് നോക്കുന്നത് ശരിയല്ലല്ലോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്, ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വൈജയുടെ വീടാണ് കേട്ടോ. അങ്ങനെ വൈജയുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീയും ഒരു കുട്ടിയും കടന്നു വരികയാണ്. നിങ്ങൾ അറിയുമായിരിക്കും, നമ്മുടെ അലീന നേരത്തെ ഒരു 3000 രൂപ കൊടുത്ത് സഹായിച്ചില്ലായിരുന്നു ഒരു സ്ത്രീയെ. ആ സ്ത്രീ ആട്ടോ കടന്നു വരുന്നത്. ആ സ്ത്രീ കടന്നു വരുന്നു. വൈജ അപ്പം അവിടെ നിൽപ്പുണ്ട്. അപ്പം വൈജയോട് ചോദിക്കുകയാണ്, അതെ, ഇവിടുത്തെ കൊച്ച് കാരണമാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. എൻ്റെ മോൾക്ക് ഹോസ്പിറ്റലിൽ ചെലവാക്കാൻ വേണ്ടി ഒരു 3000 രൂപ ഇവിടുത്തെ മോള് തന്നായിരുന്നു. ആ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ മോള് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ആ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. വൈജ ഞെട്ടിപ്പോയി. ഏത് കൊച്ച, എവിടത്തെ കൊച്ച, ആര് പൈസ തന്നു? അതെ, ഇവിടത്തെ കൊച്ചൻ പൈസ തന്നായിരുന്നു, ഒരു 3000 രൂപ. ആ, നിക്കിവിടെ എന്ന് പറഞ്ഞിട്ട് അലീനെ വിളിക്കുക. അങ്ങനെ അലീനെ വിളിച്ചപ്പോഴത്തേക്കും അലീന ഓടി വന്നു കേട്ടോ. അലീന ഓടി വന്നതും, ആ, ഈ കൊച്ചു തന്നെയാ പൈസ തന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അലീനോട് പറഞ്ഞു, അതെ മോളെ, നീ കാരണമാണ് ഇപ്പൊ എൻ്റെ കുഞ്ഞിവിടെ ജീവനോടെ നിൽക്കുന്നത്. വേദന കാരണം പൊളയായിരുന്നു എൻ്റെ കുഞ്ഞ് കിടന്ന്. അന്ന് മോള് തന്ന പൈസയും കൊണ്ടാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ നടത്തിയത്. ഒരുപാട് നന്ദിയുണ്ട്. ഈ നന്ദിയും കടപ്പാടും ഞാൻ മറക്കില്ല കേട്ടോ. ദൈവം മോളെ അനുഗ്രഹിക്കും. ഈ ഒരു സമയത്ത് നമ്മുടെ വൈജ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആ കുട്ടി പറയുന്നുണ്ട്, ഇന്നാ ആൻറ്റി മിഠായി എടുത്തോന്നും പറഞ്ഞ് നമ്മുടെ അലീനയ്ക്ക് മുട്ടായി ഒക്കെ കൊടുക്കാണ് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും ചോദിക്കുക ആ സ്ത്രീ, അല്ല, ഇത് മോളുടെ അമ്മയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് അലീനയ്ക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോട്ടെ. അലീന പറഞ്ഞു, ആ, അതെ, എൻ്റെ അമ്മയാണെന്ന് രഹസ്യത്തോടു കൂടി ഇങ്ങനെ പറയാണ് കേട്ടോ. കാരണം ഒരാളോടെങ്കിലും സ്വന്തം അമ്മയാണെന്ന് പറയാനും അപ്പൊ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം. അപ്പം നമ്മുടെ അലീന അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ ആ കുട്ടിയുടെ ഇത് മിഠായിയൊക്കെ മേടിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയത്. ഈ സമയം വൈജ എന്ത് ചെയ്തു, ചെന്ന് നമ്മുടെ ബാലേന്ദ്രനോട് എല്ലാ കാര്യവും പറഞ്ഞു. അവള് 3000 രൂപ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്ന് ഇങ്ങനെ ചെന്ന് പറയാണ്. അങ്ങനെ ഇത് ചെന്ന് പറഞ്ഞതും നമ്മുടെ അലീന അകത്തേക്ക് കയറി വരുന്നതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ അലീന അകത്തേക്ക് കയറി വന്ന ഉടനെ തന്നെ ബാലേന്ദ്രൻ നിക്കവിടെ എന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല, നീ എന്തിനാ ഈ 3000 രൂപ ആ സ്ത്രീക്ക് കൊടുത്തത്? അത് പിന്നെ ആ സ്ത്രീയുടെ മോക്ക് വയ്യാന്നാ പറഞ്ഞത്. അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലായിരുന്നു അത്രേ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തു. അപ്പോഴത്തേക്കാണെങ്കിൽ വൈജ, ഓ, അവളങ്ങോട്ട് ദാനശീലയാണല്ലോ, ഇവക്ക് എവിടെന്നാ ഈ പൈസ കിട്ടിയെന്ന് ബാലേന്ദ്ര. എനിക്ക് തോന്നുന്നു അന്ന് ബാലേന്ദ്രന്റെ 1000 രൂപ കാണാതെ പോയില്ലേ, ആ പൈസ ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, അല്ല, ആ പൈസ നിനക്ക് എവിടെ നിന്ന് കിട്ടി? അത് പിന്നെ ഞാൻ വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എടി, നീ ഒരു വേലക്കാരിയല്ലേ, ഇങ്ങനെ 3000 രൂപയൊക്കെ എടുത്തു കൊടുത്ത് സഹായിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അത് പിന്നെ ആ പൈസ എൻ്റെ കയ്യിലിരുന്നപ്പോൾ വെറും പേപ്പർ മാത്രമായിരുന്നു. പക്ഷെ അത് ആ ചേച്ചിയുടെ കയ്യിലെത്തിയപ്പോഴത്തേക്കും അതിന് ഉപകാരം ഉണ്ടായില്ലേ? നമുക്കതല്ലേ വേണ്ടത്. വെറുതെ പേപ്പർ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും നേടാനുണ്ടോ? ഇല്ലല്ലോ. ആവശ്യമുള്ളവർക്ക്
കൊടുക്കുക, പൈസ ആവശ്യമുള്ളവർക്ക് കൊടുത്ത് ആ ഒരു സമയത്ത് ആ പൈസ ഉപകരിക്കുക, അതല്ലേ സാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, അവള് കണ്ടില്ലേ ഓരോന്ന് ചെയ്തിട്ട് ന്യായീകരിക്കുന്നത്, ഇവള് കള്ളിയാ, പേരും കള്ളിയാ. എനിക്ക് തോന്നുന്നത് അന്നത്തെ 1000 രൂപ ഇവള് തന്നെയാ എടുത്തത്. ഇവളിങ്ങനെ പലതും ഇവിടുന്ന് മോഷ്ടിക്കുന്നുണ്ട്, കക്കുന്നുണ്ട്, എന്നിട്ട് പുണ്യവതിയായിട്ട് അവള് നടക്കുക. എടി പേരും കള്ളി, നീ നുണ പറഞ്ഞ് ശീലിക്കുകയാണല്ലേ? അതെ, എൻ്റെ അടുത്ത് നിന്റെ കള്ളത്തരമൊന്നും നടക്കത്തില്ല, ഇന്ന് ഇവളെ ഞാൻ പിടിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ ബബിതേനെയും കൂട്ടി അവളുടെ ബാഗ്, അതായത് അലീനയുടെ ബാഗ് പരിശോധിക്കാൻ പോവാ. ഇനി പൈസയുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ആയിരിക്കും. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി ഉണ്ടല്ലോ അകത്ത്. മുത്തശ്ശി ചോദിച്ചു, ഇത് എന്താ വൈജ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഇവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. എന്ത് അഹങ്കാരം? നീ എന്തിനാ എപ്പോഴും ആ പെങ്കൊച്ചിന്റെ മെക്കിട്ട് കയറുന്നത്? സപ്പോർട്ട് ചെയ്യ. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മിണ്ടാതെ ഇവിടെ കിടന്നോ അമ്മ കൂടുതൽ സപ്പോർട്ട് ചെയ്യല്ലേ ഇവള് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നേ അമ്മയ്ക്ക് അറിയില്ല. വരുന്നവർക്കും പോകുന്നവർക്കും പൈസ വാരി കോരി കൊടുക്കാൻ ഇവളെന്താ വലിയ പണക്കാരിയാണോ? പണച്ചാക്ക് വല്ലതും ആണോ? അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇവക്ക് മറ്റേ മരം വല്ലതും ഉണ്ടോ പിടിച്ചു കുലുക്കുമ്പോൾ നിലത്ത് വീഴുന്നത്? കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ആരും അങ്ങനെ വെറുതെ കൊടുക്കത്തില്ല. ഇവള് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ല, കക്കുന്നതല്ലേ. അപ്പൊ ഇവക്ക് കൊടുക്കാലോ. അല്ലെങ്കിലും ആ സ്ത്രീയെ എനിക്ക് സംശയമുണ്ട്. ഇവര് രണ്ടുപേരും കൂടെ തമ്മിൽ എന്തോ ബോണ്ടിങ് ഉണ്ട്. അയ്യോ ഒരിക്കലുമില്ല, ആ സ്ത്രീയെ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ എന്തിനാടി നീ എടുത്ത് പൈസ കൊടുത്തത്? നിനക്ക് എന്താടി ഉറപ്പ് ആ സ്ത്രീയുടെ കൊച്ചിന് അസുഖമായിരുന്നെന്ന്? അത് പിന്നെ ആ സ്ത്രീയുടെ കയ്യിൽ എന്തൊക്കെയോ രേഖകളൊക്കെ ഉണ്ടായിരുന്നു. ആ രേഖകളൊക്കെ കണ്ടപ്പം എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് അസുഖമാണെന്ന്. ന്യായീകരിക്കണ്ട. ഭാണ്ഡക്കെട്ടല്ല ഇങ്ങ് എടുക്ക്, അതിനകത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആ ഒരു ഭാണ്ഡക്കെട്ടൊക്കെ എടുത്തിട്ട് അഴിച്ചു പറക്കി നോക്കുകയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് കുറച്ച് പൈസ ഇരിക്കുന്നു, കൂടെ ഒരു മോതിരവും ചാടി വീഴുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അലീന ഞെട്ടിപ്പോവുക. ആ മോതിരം ഏതാന്ന് അലീനയ്ക്ക് പോലും അറിയില്ല. അങ്ങനെ ആ മോതിരം കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് വൈദ്യ ചോദിച്ചു, ഇതെവിടെ നിന്നാടി? ഇത് സ്വർണ്ണമല്ലോ ആണോ? അയ്യോ എനിക്കറിയില്ല, ഈ മോതിരം എൻ്റെ അല്ല. ഈ മോതിരം നിന്റെ അല്ലെങ്കിൽ പിന്നെ ഈ മോതിരം നിന്റെ ബാഗിനകത്ത് എങ്ങനെ വന്നടി എന്ന് ചോദിക്കുന്നു. ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. അലീനയ്ക്കും അറിയില്ല മോതിരം എങ്ങനെ വന്നെന്ന്. പക്ഷെ അറിയാം, നമ്മുടെ ഹരി കൊണ്ടുവച്ചതാണ് ആ മോതിരം. അതൊരു വലിയ വിഷയം തന്നെ ആ വീട്ടിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പൊ ആ വിഷയം എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വൈകിട്ടത്തെ പ്രേമവിശേഷത്തിൽ കേൾക്കാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അപ്പൊ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ നമ്മുടെ മെയിൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ രേവതിയുടെ സച്ചിയുടെ കഥ ഇന്നലെ നമ്മൾ പ്രേമവിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഞാൻ രാവിലെ ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ടില്ല. പക്ഷേ ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒന്ന് തന്നെയാണ് കേട്ടോ. കാരണം ഇന്നത്തെ വിശേഷമാണല്ലോ ഞാൻ പ്രേമവിശേഷമാക്കി ഇട്ടേക്കുന്നത്. അപ്പം ഇന്നത്തെ വിശേഷം കാണുന്നുള്ളവര് നേരെ ഒന്ന് പോയി നമ്മുടെ പഴയ ചാനലിൽ നോക്കിയാൽ മതി. മെയിൻ ചാനലിനകത്ത് നമ്മൾ പ്രേമവിശേഷം രേവതിയുടെ സച്ചിയുടെ ഇട്ടിട്ടുണ്ട്, ഡേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അതാണ് ഇന്നത്തെ ഫുൾ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുമ്പായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.